ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു പൊതിച്ചോറാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഹോസ്റ്റലിലാണ്, ഹോസ്റ്റലത്തെ ഫുഡൊക്കെ കഴിച്ച് മടുത്തും. അതുകൊണ്ട് ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉരുളക്കിഴങ്ങ് ഉപ്പേരി. ഇതിനി ഇങ്ങനെ എന്താ പറയുക, വരട്ടിയെടുക്കണം, ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് മറ്റേ മുളപ്പിച്ച പയർ ഉപ്പേരി പരുവത്തിലാക്കാം, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതാ ഉരുളക്കിഴങ്ങ് സെറ്റായിട്ടോ. ഇനി ആ പാത്രത്തിലേക്ക് ഈ മുളപ്പിച്ച പയറിട്ടിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ച്. മറ്റേ പാത്രം ഉണ്ടാവും ഒഴിവാക്കി. അടുത്തതാ മുട്ട പൊട്ടിച്ച് വയ്ക്കാൻ കേട്ടോ. ഇത് ഒരെണ്ണമാണ് ഇപ്പോൾ പൊട്ടിക്കുന്നത്. ഇതങ്ങനെ ഒഴിച്ച് ഇനി അതാവാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. രണ്ടെണ്ണം ഇനി ഇങ്ങനത്തെ ഉണ്ടാക്കാണ്ട്. അപ്പോൾ അതാ ഒരു എഗ്ഗ് ഏകദേശമായിട്ടോ. ഏകദേശം എന്ന് വെച്ചാൽ ഇനി ഇതിനെ കുറച്ചൊന്ന് മറിച്ചിട്ടാൽ മതി. അപ്പോൾ ഇനി അടുത്തത് ഉണ്ടാക്കുമ്പോൾ കാണാം. പിന്നെ ഈ തലം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തതൊന്നും കണ്ടിട്ട് ആരും ഒന്നും തെറ്റിദ്ധരിക്കണ്ട. ഹോസ്റ്റലാണ്, ഹോസ്റ്റൽ കിച്ചണാണ്, എല്ലാവരും ഇങ്ങനെ എന്താ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അപ്പം അത്ര നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നീറ്റാക്കി ഉണ്ടാക്കാന്നേ ഉള്ളൂ. സ്ഥലം നോക്കി എന്നതിനെ ഒന്നും നടക്കില്ല. ഗൈസ്, അടുത്ത മുട്ട. അതെ, 2 കോഴിമുട്ടയെ വാങ്ങിയുള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇവിടെ. പക്ഷേ മൂന്നാമതൊരാൾ പുറത്തുണ്ട്. അപ്പോൾ ആൾക്കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ 3 പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കോഴിമുട്ട വേണ്ടാന്ന്. അപ്പോൾ ഇവക്കും ഒക്കും കോഴിമുട്ട ഇതങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് അവിടെ പൊരിച്ചതാ സെറ്റാക്കി. ഇനി അടുത്തത് പയറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങോട്ട് വറ്റുന്നില്ലല്ലേ. പിന്നെ ഇതാണെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പം ഒരു ദിവസം സ്റ്റോറിൽ വെക്കുകയും ചെയ്ത റൂമിൽ. അതായത് ഇന്നലെ വാങ്ങിയിട്ട് ഇന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതും ഉണ്ടാകും പയറിന്. മീൻസ് മുളപ്പിച്ച പയറായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് ഇതായിപ്പോയി. അപ്പം മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് അടച്ച് വെച്ചാണ് കേട്ടോ. എന്നിട്ട് എടുത്തപ്പോൾ കുറച്ച് വറ്റി. ഇനി ഇതൊന്നും കൂടി അങ്ങോട്ട് നല്ലോണം വരട്ടിയെടുക്കണം. അതാണ് പ്ലാന്. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടോ. ഇനി ഇത് കുറച്ച് നേരം കൂടി ഒരു 2-3 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ ഇനി മാറ്റിയിട്ട് കാണാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യട്ടോ. എന്നിട്ട് ഇനി അതെടുത്ത് മാറ്റാം. ടേസ്റ്റിംഗ് ടൈം. ഇനി ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ എല്ലാം ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ടിഫിൻ ബോക്സ് ആണ്. ഇതിലേക്ക് എല്ലാം ഒന്ന് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ ഇപ്പം എത്ര മണി? 12 മണിയായി. അപ്പം 12 മണിയായി. ചോറ് വരുന്ന ടൈമായി. 12:30 ആകുമ്പോൾ ചോറ് വരും. അപ്പം നമ്മൾ ചോറ് ഹോസ്റ്റലിൽ നിന്നാട്ടോ എടുക്കുന്നത്. അപ്പം ചോറ് വന്നിട്ട് അതെട്ട് കൊണ്ടുപോകാം. അത് നമുക്ക് റൂമിൽ നിന്ന് ഫുള്ള് പാക്കൊക്കെ ചെയ്ത് രാത്രി കഴിക്കാം. രാത്രി മീൻസ് ഒരു ഈവനിങ് ആ ഒരു ടൈം ആകുമ്പോൾ കഴിക്കാം. അപ്പം നമ്മളിതാ എല്ലാം ഉണ്ടാക്കി ഇനി റൂമിൽ പോകാം കേട്ടോ. ഇവിടെ ഏറ്റവും മൊത്തം നിലയിൽ എത്തണം. എത്തിയിട്ട് ഇനി ചോറ് താഴെ വന്നിട്ട് അപ്പം ചോറ് ഗൈസ് റൂം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു സ്റ്റെപ്പ് കൂടി കയറിയ റൂം എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെതാ നമ്മൾ റൂമിലേക്ക് എത്താണ് കേട്ടോ. ഈ ലോക്കാർ തുറക്കും. അപ്പം നമ്മൾ റൂമിലെത്തി. ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം താഴെ പോവാ, ചോറെടുത്ത് വരിക. എന്നിട്ട് ഇവിടുന്ന് വാഴയില ഒന്ന് ജസ്റ്റ് വാട്ടിയിട്ട് പൊതിഞ്ഞ് വയ്ക്കാം. അപ്പം നമ്മളിതാ ഇതാണ് കേട്ടോ, ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചോറെടുക്കാൻ പോവാം കേട്ടോ. താഴെ പോയിട്ട് ചോറെടുക്കാം.
റൈസ് ഇതാ എത്തിയിട്ടോ. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 3 പേരുണ്ട്, ഞങ്ങൾ 2 പേര് മാത്രമല്ല. അപ്പോൾ നല്ല ക്വാണ്ടിറ്റി തന്നെ ചോറ് എടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് തന്നെ 2 പേർക്ക് കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ചോറെടുത്തിട്ടോ, കുറേ അധികം ചോറെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇലയാണ് കേട്ടോ സെറ്റാക്കുന്നത്. ഇലയൊക്കെ കഴുകി റെഡിയാക്കിയിട്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ അത് ഇല വാട്ടാണ് കേട്ടോ. ഞങ്ങളെന്താ ചെയ്തെന്ന് വെച്ചാൽ കെറ്റിനകത്ത് വെള്ളം ചൂടാക്കിയിട്ട് അത് ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അത് അത്ര അങ്ങോട്ട് വർക്കൗട്ടായി വന്നില്ല. പിന്നെ ഞങ്ങളത് വേറെ രീതി ചെയ്ത് സെറ്റാക്കിട്ടോ. അപ്പം നമ്മൾ ഇപ്പം ഇലയൊക്കെ വാട്ടിട്ടോ. ഇല ഞാൻ ഇപ്പം ക്ലിപ്പിൽ കാണിച്ച പോലെ ആവുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ കെറ്റിലൊരു ഷെൽഫിൻ്റെ മുകളിൽ കുത്തി വെച്ചാലേ ആ ഒരു അതിൻ്റെ കേബിളിൻ്റെ ഹൈറ്റ് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കുത്തിയിട്ട് അത് ചൂടാക്കിയിട്ട് കെറ്റിലെടുത്ത് ഇപ്പുറത്തെ സെറ്റിംഗ് ടേബിളിലേക്ക് വെച്ചിട്ട് ഇല വാട്ടാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത്ര സക്സസ്ഫുള്ളായില്ല. അപ്പം ഞങ്ങൾ എത്തി അവിടെ തന്നെ കെറ്റിൽ കുത്തിയിട്ടിട്ട് അതിൽ തന്നെ ഇല വെച്ച് വാട്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ഇല വാട്ടി കിട്ടി. അപ്പം ഇനി ഇലയൊക്കെ വാട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പം അത് പൊതിയ എടുത്ത് വെക്കാം, അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് നമ്മുടെ ചോറ് പൊതിയാണ് കേട്ടോ. ഈ ന്യൂസ് പേപ്പറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പേപ്പർ കവർ നടുക്ക് കീറിയിട്ടാണ് കേട്ടോ സെറ്റാക്കുന്നത്. ഇത് റിലയൻസിൽ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനത്തെ ഈ കവേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ശീലമുള്ളതുകൊണ്ട് അത് വെച്ചിട്ട് അങ്ങ് റെഡിയാക്കി. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ റൈസാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതാ എഗ്ഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കാണിച്ചില്ലേ ആ പൊട്ടറ്റോ എന്താണ് ഉപ്പേരി, അത് കുറച്ച് ഗ്രേവി ടൈപ്പിലാട്ടോ വെച്ചത്. എനിക്ക് ആ ഗ്രേവി ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ പറഞ്ഞ ഗ്രേവി ടൈപ്പിൽ വെച്ചോന്ന്. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അച്ചാർ. ഈ അച്ചാറിന് മാങ്ങ തൊക്ക് മാങ്ങ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയാം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി കാണിച്ചാൽ ഇങ്ങനെ നീളത്തിലായിട്ടുള്ള സംഭവം. അടുത്തത് ഇനി ഇതാ ചെറുപയർ ഉപ്പേരി, എന്താ പറയുക, തോരൻ, മെഴുക്ക് പുരട്ടി. ഓക്കെ, മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ലല്ലോ, ഇനി ഇത് പൊതിയ ഗൈസ്. അപ്പം അതാ ഒരു പൊതിച്ചോറ് റെഡി ആയിട്ടോ. എല്ലാം ആക്കി പാമി പൊതിയാണ് പൊതിട്ട് കാണാം. അപ്പോൾ അതാ ഫസ്റ്റ് പൊതിച്ചോറ് സെറ്റാക്കി പൊതിയാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്, പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കീറിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ അത് പൊതിഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോറ് പൊതിയാൻ പോകാൻ കേട്ടോ. ഇത് എനിക്കുള്ളതാണ്. ഇത് നമ്മൾ ചെറിയ ഇല ആയതുകൊണ്ട് 2 കഷ്ണമാക്കിയിട്ട് എടുത്താണ്. ഇനി ഇതിനകത്ത് എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കുള്ളതാണ് കേട്ടോ സെറ്റാക്കുന്നത്. ആദ്യം കുറച്ച് ചോറിട്ട് കുറച്ചും കൂടി ഒന്ന് ഇട്ടിട്ട് സെറ്റാക്കുകയാണ്. അതെ, നമ്മൾ മതി ഒരുപാടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നല്ലേ. അപ്പം പല പ്രശ്നങ്ങളും കാണും. അതൊന്നും ആരും മൈൻഡ് ചെയ്യും അല്ലേ. അപ്പം അതാ ചെറുപയർ ഉപ്പേരി സെറ്റാക്കി. ഇനി ഉരുളക്കിഴങ്ങ് ആ ഗ്രേവി ഞാൻ അവളോട് മെയിൻ പറഞ്ഞ സാധനമാണ് ഗ്രേവി. അപ്പം ഗ്രേവി ടൈപ്പിൽ ഇടാണ് കേട്ടോ. എനിക്ക് ആ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ ചോറ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അച്ചാർ അത്ര വേണേ നല്ല കിട്ടും. മതി. അപ്പം അച്ചാർ സെറ്റായി. അപ്പം എനിക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ, കോഴിമുട്ട ഇല്ല, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് നല്ലോണം പൊതിയാം. അപ്പം അതാ രണ്ടാമത്തെ പൊതിയും സെറ്റായിട്ടോ. ഇനിയിപ്പം ആമയ്ക്കുള്ള കൂടെ ഉള്ളൂ. ഇനി ഞാൻ പോയിട്ട് കൊടുക്കും. അപ്പോൾ ആമയ്ക്കുള്ള പൊതിച്ചോറാണ് കേട്ടോ ലാസ്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറേ ചോറ് എടുത്തോണ്ട് തന്നെ അത് ഇനി വേസ്റ്റ് ആക്കാൻ ഒരു വഴിയുമില്ല. അപ്പോൾ ഗൗരിക്ക് കറക്റ്റ് പക്കാ പാകത്തിനാണ് റൈസ് വെച്ചത്. എനിക്കും ആമയ്ക്കും കുറച്ച് കൂടുതലാണ്. ഇന്നേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ആമയ്ക്കാണ്. അപ്പോൾ ഇന്ത്യയിലും കുറച്ച് ചോറ് കൂടുതലിട്ട് ഇവിടെയും ചോറ് കൂടുതലിട്ട് അതങ്ങ് തീർത്തിട്ടോ, ഇല്ലെങ്കിൽ കളയാനൊരു വഴിയുമില്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയതാ. അടുത്തത് ബാക്കിയുള്ള പയറ് ഉപ്പേരി ഫുൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഉരുളക്കിഴങ്ങാണ് അടുത്ത് വെക്കുന്നത്. പിന്നെ അടുത്തത് തൊക്കും മാങ്ങ, അത് ആ അച്ചാറും വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലായിട്ട് കോഴിമുട്ട പൊരിച്ചതാണ് വെക്കുന്നത്. ഒക്കെ അച്ചാർ കുറച്ച് മതി എന്നാണ് കുറച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി പൊതിയുന്നത് ഓളാണ് കേട്ടോ. എനിക്ക് പൊതിയാൻ അറിഞ്ഞൂടാ. അപ്പോൾ
ഓള് പൊതിയും. അപ്പം ചോറ് ഞാൻ ഒക്കെ എടുത്ത് അതിൽ ഇതാക്കി കൊടുത്ത് എനിക്ക് പൊതിയാൻ അറിഞ്ഞൂടെ, അതുകൊണ്ട് ആമിയൻ്റെ പൊതിയാണ് കേട്ടോ. അപ്പം നമ്മളിതാ 3 പൊതി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഗൗരിക്കുള്ളതാണ്, ഇത് എനിക്കുള്ളത്, ഇത് ആമിക്കുള്ളത് കേട്ടോ. അപ്പം ഇത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്നാവുന്ന വരെ ക്ഷമ ഉണ്ടാവുള്ള അറിയില്ല കേട്ടോ. പിന്നെ ഇതായി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കഴിക്കാനുള്ള വയറുണ്ടോയെന്നും ഉള്ളത് അറിയില്ല. കാരണം കുറേ ചോറെടുത്തിട്ടുണ്ട്, കുറേ എമൗണ്ട് ചോറെടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം. അപ്പം ഇനി കഴിക്കുമ്പോൾ കാണാം കേട്ടോ. പിന്നെ എന്താ, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ ചെയ്യുന്നത്. എന്താ, ഇവിടെ ഹോസ്റ്റലിൽ കിച്ചണൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ റെയറായിട്ടാണ് ഞങ്ങളിങ്ങനെ ഉപ്പേരി കറികളൊക്കെ ഉണ്ടാക്കുക. കറിയൊന്നും ഇതുവരെ ഉണ്ടാക്കിയില്ല. ഉപ്പേരി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇന്നാളാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ എന്താ, അല്ലാതെ ഇപ്പി, നൂഡിൽസ്, മാഗി, ചായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ഉണ്ടാക്കുള്ളൂ. അപ്പം ഇത് ഫസ്റ്റ് സംഭവമാണ്. അപ്പം ആദ്യത്തെ സംഭവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞങ്ങളിതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ഇനിയിപ്പോൾ കഴിച്ചിട്ടറിയാം ടേസ്റ്റ് ഉണ്ടല്ലോ. ടേസ്റ്റ് എന്തായാലും ഉണ്ടാകുമ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാട്ടോ ഉണ്ടാക്കിയത്. പിന്നെ എന്ന് പറയാൻ എന്താണ്, ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്, അങ്ങനെ അധിക സാധനങ്ങൾ ഒന്നുമില്ല. അപ്പം കോമൺ ആയിട്ട് കിട്ടുന്ന ഞങ്ങൾ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണത് കഴിക്കാൻ വേണ്ടി. കാരണം ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണല്ലോ. അപ്പോൾ കഴിച്ചിട്ട് കാണാം. അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ചോറിന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇനി അത് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പൊതിച്ചോറിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നറിയോ? ഞാൻ ഇപ്പോൾ സെം എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കാണ് വീട്ടിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. പക്ഷെങ്കിൽ അതിനുള്ള ലീവും കാര്യങ്ങളും ഒന്നുമില്ല. അതായത് ഒരു എക്സാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ വരേണ്ടി വരും. അങ്ങനെ ഞാൻ മടിച്ചഴിച്ച് ലാസ്റ്റ് ടൈം പോയി, അത്ര അത്യാവശ്യം. അപ്പോൾ പോകുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, പോയി വരുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുവരണം, എന്തായാലും കൊണ്ടുവരണം. അങ്ങനെ എന്നോട് ആമി പറഞ്ഞു. അതായത് ഇനിയിപ്പോൾ വെറും ചോറാണെങ്കിൽ പോലും വേണ്ടിയില്ല, അത് എനിക്ക് പൊതിഞ്ഞു കൊണ്ടുവരണം, അതതിനുള്ള ഡിമാൻഡ്. അപ്പം ഞാൻ വീട്ടിൽ പോയി ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് അത് ഉണ്ടാക്കാനുള്ളൊരു ടൈമില്ലല്ലോ. ഇന്ന് പോയി നാളെ വരണം. അപ്പം നാളെ രാവിലത്തെ ട്രെയിനിലാണ് വരുന്നെങ്കിലും എന്താണ്, അത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഉച്ചക്കത്തെ ട്രെയിനാണ് വരുന്നതെങ്കിലും രാത്രിയാവും ഞങ്ങൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കേടാവില്ലോ എന്ന് അറിയില്ല. അപ്പം ഞാൻ ഉച്ചക്കത്തെ ട്രെയിനാണ് വന്നത്. അമ്മ അന്ന് അവിടെ അല്ലായിരുന്നു. അപ്പം അമ്മനെ വെയിറ്റ് ചെയ്ത് നിന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞപ്പം അമ്മമ്മയ്ക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, രാത്രി എത്തുമ്പോഴത്തേക്ക് അത് കേടായി പോവില്ലേ, കഴിക്കാൻ പറ്റുമോ. പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കി, എന്തായാലും അവിടെ പറഞ്ഞല്ലേ. അപ്പോൾ ഉള്ള തട്ടിക്കൂട്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം പെട്ടെന്ന് ടൈമില്ലല്ലോ. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഞാൻ അവിടെ രാത്രി എത്തി. ആ ഒരു ഇതിലാണ് ഞാൻ ഇറങ്ങി അവിടെ രാത്രിയാണ് എത്തുന്നത്. ഭയങ്കര അത്യാവശ്യം ഒരു 8 മണി ആ ഒരു സമയത്ത് എത്തുന്നത്. അപ്പം ആ ഒരു സമയം കഴിഞ്ഞ് എത്തി. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീച്ചിട്ടെല്ലാം ഒക്കെ പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം പിന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ പേരിനൊരു പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് അതിവിടെ വന്ന് കഴിച്ചതിൻ്റെ റിയാക്ഷനൊക്കെ വേണം ഞാൻ ഈ എവിടെയെങ്കിലും ആ ഒരു ക്ലിപ്പ് ഞാൻ ആഡാക്കും. കാരണം ഒക്കെ ഭയങ്കര സന്തോഷമായി. നമ്മൾ ബിരിയാണി ഓർഡർ ആക്കാൻ നിൽക്കാന്ന് എന്നോട് പറഞ്ഞത് വിശന്നിട്ട്, ഞാൻ കൊണ്ടുപോയെന്നുള്ളത് ഉറപ്പില്ലല്ലോ. അപ്പം അത് കൊണ്ട കൊടുത്തപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ട്, അതിൽ കയറിയിട്ട് അമ്മമ്മേനെ കുറേ പൊക്കി അമ്മമ്മയ്ക്ക് താങ്ക് യു ഉമ്മകളൊക്കെ കൊടുത്ത് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട്, അതുപോലെ തന്നെ എന്നെക്കൊണ്ട് ഫോൺ വിളിപ്പിച്ച് അമ്മമ്മയ്ക്ക് ഡയറക്റ്റ് കൊടുത്തിട്ട് സംസാരിച്ച്. അപ്പം അന്ന് തീരുമാനിച്ചാണ് ഇങ്ങനെ എന്താണ് ഒരു പൊതിച്ചോറ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് എന്താണ് ഇങ്ങനെ ഹോസ്റ്റലിൽ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം ഒരു നേരം നല്ല ഫുഡ് കഴിക്കാനുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത്, ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ പ്ലാൻ ചെയ്തത് സീരിയസ് ആയിപ്പോയി. അപ്പോൾ ലാസ്റ്റ് ഇന്നലെ രാത്രി ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്ന് ഇന്നിപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി, എല്ലാം സെറ്റായി, പൊതിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ച് ഇനി അതങ്ങോട്ട് കഴിക്കേണ്ട ഒരു കടമ കൂടി മാത്രമേ ഞങ്ങൾ നിർവഹിക്കാൻ ബാക്കിയുള്ളൂ. സോ കഴിക്കുമ്പോൾ കാണാം. എങ്ങനെയുണ്ട്?
ഗൈസ് അപ്പോൾ പൊതിച്ചോറ് പൊളിക്കാൻ പോവാണ്. മൂന്നാമത്തെ ആളെത്തിട്ടോ. ഇതിനെ വെയിറ്റ് ചെയ്യുന്ന അത്രയും നേരം 11 മണിക്ക് എങ്ങനെ ഫുഡ് ഉണ്ടാക്കിയതാ ഗൈസ്. അപ്പം അതാ പൊതിച്ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ പൊതിച്ചോറ് പൊളിക്കാൻ കേട്ടോ. ഇനി ഇത് കഴിക്കാനുള്ള ടൈമാണ്. നമ്മൾ ഒരു 12 മണി 11 മണി ആ ഒരു ടൈമിന് സെറ്റാക്കി വെച്ചതാണല്ലോ. ഇപ്പം സമയം ഒരു 7:30 8 മണി ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പം പൊതിച്ചോറ് പൊളിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളും വരുന്നുണ്ട്. ഞങ്ങൾക്ക് തീരെ ക്ഷമല്ല അതിന്. പിന്നെ ഗൗരീനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് പൊതിച്ചോറ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനെ കുറേ അധികം നേരം വെച്ചപ്പോൾ തന്നെ നല്ലോണം ടേസ്റ്റൊക്കെ പിടിച്ച് ആ ഒരു വാഴയിലേൻ്റെ ഫ്ലേവറും എല്ലാ ഫ്ലേവറും ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും വടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇല ഞാൻ ഈ ഇലേൻ്റെ പിക്ക് അമ്മയ്ക്ക് ഇട്ടെടുത്തപ്പോൾ അമ്മാണ് നാളേക്കും എടുത്ത ചത്തൊക്കെ ക്ലീൻ ആണെന്നാണ്. ഇല ഞാൻ വടിച്ചു വെച്ചു. ഇനി ഇതിനകത്തൊരു വറ്റ പോലും ബാക്കിയില്ല. ആമി കഴിച്ചു കഴിഞ്ഞു. എന്താ ഗൗരി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഏറ്റവും സ്ലോ മോഷനാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ചൊന്ന് മധുരം കഴിക്കാൻ വെച്ചിട്ട് കയ്യിൽ കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചെന്ന് രാത്രി കുറേ ടൈം ആയിട്ട്. അപ്പോൾ ഒരു 10 മണിയായി കാണില്ലേ? 10 മണിയായി 10:30. ഞങ്ങളൊരു 8 മണിക്ക് ഫുഡ് കഴിച്ചതാ. ഇനി അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഭയങ്കര ഫുഡൊക്കെ കഴിച്ച് ശീലിച്ച് ഇതവിടെ 2 സൈഡായി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.